ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചെറുപയർ കറിയാണ്. പുട്ട്, ചെറുപയർ ഇതൊക്കെ മലയാളിയുടെ അഹങ്കാരല്ലേ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കിടിലൻ ചെറുപയറിന്റെ കറി ഉണ്ടാക്കിയേക്കാം. വളരെ സിമ്പിൾ ആണ്. ഇതിന് വലിയ ടൈമൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യും? തലേ ദിവസം നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അല്ലെങ്കിൽ ആ ചെറുപയർ കുതിരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ എടുത്തുള്ളത് ഫ്ലിപ്കാർട്ടിന്റെ ക്ലാസിക് ചെറുപയറാണ്. ഇത് കുറച്ചുകൂടി നല്ലതാണ്. മാത്രമല്ല പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് കുറേ എണ്ണം കല്ലൊക്കെ ഉണ്ടാവാറ്. അപ്പൊ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ അടിയിൽ കല്ലുണ്ടോ എന്നുള്ളത് അരിച്ച് കളയേണ്ടി വരും. ഇത് നല്ല പോളിഷാണ്. നല്ല നല്ല ഇതുള്ള തൊടുള്ള ഒരു ഇതാണ്. അതിനെ നമ്മൾ കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ അടിച്ചുള്ളൂ. അപ്പൊ തന്നെ കണ്ടില്ല വെന്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങണ എനിക്കൊക്കെ രണ്ടോ മൂന്നോ വിസിലൊക്കെ അടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. നമ്മൾ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്, സാധാ ജീരകമല്ല. രണ്ടും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അതിനെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാണ്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മറ്റേ തീ കത്തിച്ച് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല പ്രോട്ടീനാണ്, ഹൈ റിച്ച് പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രാവിലെ കഴിക്കുന്നത് വളരെ ഈ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് ചെറുപയർ എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുളപ്പിച്ചിട്ടും കറി വെക്കാൻ ഇതേ രൂപത്തിൽ തന്നെ. ഇതൊരു നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിലുള്ള കറിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മൾ ആൾറെഡി ഇത് വെന്തതാണ്. എന്നാലും ഒരു ഒരു 2 3 മിനിറ്റും കൂടി ഒന്ന് വെന്തോട്ടെ. ആ ഒരു നമ്മൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 മിനിറ്റ്, അത് കൂടുതൽ വേവണ്ട, കാരണം നമ്മൾ ചെറുപയർ ആൾറെഡി വെന്തതാണ്. എന്നിട്ട് നമ്മൾ വേറൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഒന്ന് മൂത്ത് വരട്ടെ. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്തിടണം? കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അതൊന്നുകൂടെ മൂത്തോട്ടെ. നല്ല മൂത്ത് ബ്രൗൺ ഒക്കെ കളറായിട്ട് വരും. അപ്പൊ ഒരു പ്രത്യേക മണമൊക്കെ വരുമല്ലോ. അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ മൂത്ത് വന്നേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. എന്നിട്ട് അതിനെന്ത് ചെയ്യാം? നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ചെറുപയറിന്റെ കറിയുടെ മേലേക്ക് ഒന്ന് ഒഴിക്കുക. നമ്മളെ പരിപാടി കഴിഞ്ഞു. പുട്ടിന് ചെറുപയർ കറി വളരെ പെട്ടെന്ന്, ഇത്ര പെട്ടെന്ന് കഴിയുന്ന പരിപാടി ആയിരുന്നു നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.